ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തങ്ങളുടെ എന്താ പറയുക വിക്കഡ്നെസ്, മനുഷ്യരുടെ വിക്കഡ്നെസ് അല്ലെ, അവർ പാപം കൊണ്ട് ഉണ്ടാകുന്ന ആ കൂരിരുട്ട് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നത് അല്ലെ. നമ്മളോട് ദൈവം പറഞ്ഞേക്കുന്ന ഇങ്ങനെ ഒരു ജനറേഷൻ ഉണ്ട് അല്ലെ, ഒരു ജനറേഷൻ എഴുന്നേറ്റിരിക്കുകയാണ്. അവര് നൈർമല്യം ഉള്ളവരാണെന്ന് വിചാരിക്കുകയും അതേ സമയത്ത് അവർ പാപം കൊണ്ടുള്ള അവരുടെ ഫിൽത്തിനെസ് വാഷ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ചെയ്യുന്ന മൊത്തം നന്മയെന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ കണ്ണുകൊണ്ട്, അഹങ്കാരമുള്ള ഹൃദയം കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അവർ ദൈവത്തെ പോലും, സൃഷ്ടാവായ യേശുക്രിസ്തുവിനെ പോലും എന്താ പറയുക പരിഹസിക്കാനും ലോകരാജ്യങ്ങളെ മുമ്പിൽ വെച്ച് പരിഹസിക്കാൻ മടിയില്ലാത്തൊരു ജനത, അതിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെ. സൃഷ്ടാവായ ദൈവത്തെ മൂക്കെയ്യരുത്, പരിഹസിക്കരുത്. പരിഹസിച്ചാൽ നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യുക തന്നെ ചെയ്യും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, ദൈവത്തിന്റെ വാക്കുകൾ. നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലെ. നമ്മൾ കാറ്റിനെ വിതച്ചു കഴിഞ്ഞാൽ കൊടുങ്കാറ്റിനെ നമ്മൾ കൊയ്തിരിക്കും അല്ലെ. ഇന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഒളിമ്പിക്സിന്റെ ആ ഓപ്പണിംഗ് സെറമണിയിൽ അല്ലെ. അവിടെ ഇവര് കാണിച്ചു കൂട്ടിയ വൃത്തികേടിനെ പറ്റി നമ്മളുടെ യേശുക്രിസ്തുവിനെ അവർ മോക്ക് ചെയ്തത്, പരിഹസിച്ചത്. പക്ഷെ ഇവര് ദൈവത്തെ ആർക്കെങ്കിലും പരിഹസിക്കാൻ സാധിക്കുമോ? ദൈവത്തിനെ നമ്മൾക്ക് ആർക്കെങ്കിലും പരിഹസിക്കാൻ, ഇൻസൾട്ട് ചെയ്യാൻ നമുക്ക് ആർക്കൊണ്ടെങ്കിലും സാധിക്കുമോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് തന്നെ പാതാളത്തിലുള്ള ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയല്ല അവർ ചെയ്തത് അല്ലെ. അതാണ് എനിക്കിന്ന് സംസാരിക്കാൻ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല കർത്താവെ. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ പോലും കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച ദൈവം. ഞങ്ങൾ വീക്ക് ആയിരുന്നപ്പോൾ, ഞങ്ങളുടെ പാപത്തിലായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ കർത്താവ് അങ്ങയോടൊപ്പം ഞങ്ങളെ ജീവിപ്പിച്ച ദൈവം. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു, ഞങ്ങളുടെ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞു കർത്താവെ. ക്രോസ് ഓഫ് കാൽവറിയിൽ അങ്ങ് സഹിച്ചു കൂട്ടിയ എല്ലാ യാതനയ്ക്കായിട്ട് നന്ദി പറഞ്ഞു കർത്താവെ. ആ യാതനയാണ് കർത്താവ്, അങ്ങയുടെ രക്തമാണ് കർത്താവ് എന്ന് ഞങ്ങൾക്ക് ജീവൻ തന്നിരിക്കുന്നു. ലോകം അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങയുടെ സ്നേഹം അത് എന്നേക്കും ഉള്ളത് കർത്താവ്. ഞങ്ങളത് ഓർക്കുന്നു കർത്താവ്. ജീവിതകാലം മൊത്തം ഓർക്കാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തെ നന്ദി, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് പെട്ടെന്നൊരു വാക്ക് വായിക്കാം. സദൃശ്യ വാക്യങ്ങളിൽ നിന്ന് 30ാമത്തെ ചാപ്റ്ററിന്റെ 12ഉം 13. സദൃശ്യവാക്യങ്ങൾ പ്രോവേർബ്സ് 30ാമത്തെ ചാപ്റ്ററിന്റെ 12ഉം 13. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണുകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. അവരുടെ തല പൊങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഹങ്കാരം കാരണം അല്ലെ, പ്രൈഡ് കൊണ്ട്. പ്രൗഡാണ് അവരുടെ ഹൃദയം കട്ടിയായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നു, അവരുടെ കണ്ണ് കുരുടായി പോയിരിക്കുന്നു അല്ലെ. ഈ ലോകത്തിന്റെ രാജാവായിട്ടുള്ള പിശാച് അവരുടെ ഹൃദയത്തെ, അവരുടെ മൈൻഡിനെ അവനങ്ങോട്ട് കുരുടാക്കി വെച്ചിരിക്കുന്നു അല്ലെ. ഒരു കട്ടം കൊണ്ട് മൂടിയിരിക്കുന്നു, ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവരുടെ വിചാരം ഇവര് ഭയങ്കര നിർമ്മലരായിട്ടുള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുന്നത്. അതേ സമയത്ത് അവരുടെ അശുദ്ധി ഒന്നും കഴുകി കളഞ്ഞിട്ടില്ല താനും അല്ലെ. തങ്ങൾ അശുദ്ധരാണെന്ന് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കണമെന്നില്ല. കാരണം അവരുടെ ഹൃദയം അത്രയധികം കട്ടി ഉള്ളതായി പോയിരിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെ കാണാൻ പറ്റും അല്ലെ. പക്ഷെ നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോലെ ആയിരിക്കരുത് അല്ലെ. അവരുടെ മനസ്സ് അത് എന്താ പറയുക, അവര് ഫ്യൂട്ടൈൽ ആയിരിക്കുന്നു അവരുടെ മൈൻഡ് അല്ലെ. വ്യർത്ഥ ബുദ്ധിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവര് പോയിക്കൊണ്ടിരിക്കുന്ന പാത ശരിയല്ല. അവര് പോകുന്ന പാത ജീവന്റെ പാത, റൈച്ചസസിന്റെ പാതയല്ല. അവര് യേശുവിൽ അല്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ അവരെ പോലെ ആകരുത് എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരികയാണെങ്കിൽ, പോൾ എഴുതിയ ലേഖനം എഫേസ്യർക്ക് എഴുതിയതാണെങ്കിൽ പോലും നമ്മൾക്കും കൂടെ ഉള്ളത് അല്ലെ. നമ്മുടെ ദൈവം എഴുതുന്നത് അന്നുള്ള ചർച്ചകർക്ക് മാത്രമുള്ളതല്ല, നമ്മൾക്കും കൂടെ ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് 2ാമത്തെ ചാപ്റ്റർ വരുമ്പോ അറിയാം, നമ്മളുടെ തന്നെ ട്രെസ്പാസ്, നമ്മളുടെ എന്താ പറയുക പാപത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ അല്ലെ. നമ്മുടെ മനസ്സിന്, നമ്മുടെ എന്താ പറയുക ജഡത്തിന്റെ വിചാരത്തിൽ, ജഡത്തിന്റെ താളത്തിനൊത്ത് നമ്മൾ ജീവിച്ചു പോയിരുന്നവരായിരുന്നു. നമ്മൾ ലോകത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിച്ചു പോയിരുന്നവരായിരുന്നു അല്ലെ. പിശാചിനെ അനുഗമിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു.
മരിച്ചപ്പോൾ. അതുകൊണ്ട് നമ്മൾ മരിച്ചവരായിരുന്നു. പക്ഷെ ആ മരണത്തിൽ നിന്ന് യേശുവിന്റെ ഒപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് യേശുവിന്റെ ഒപ്പം എന്ന് ഹെവൻലി റിലംസിൽ, അല്ലെ സ്വർഗത്തിന്റെ എന്താ പറയാ രാജ്യത്ത് ഹെവൻലി റിലംസിൽ നമ്മൾ യേശുവിനൊപ്പം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. അത് സാധ്യമായത് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, യേശുവിന്റെ മരണം കൊണ്ട്, ക്രോസ് ഓഫ് കാൽവറിയിൽ, അല്ലെ നമ്മളെ ജീവിതത്തെ യേശു നമുക്ക് തന്നിരിക്കുകയാണ്. അല്ലെ മരിച്ചുപോയെന്ന നമ്മുടെ ആത്മാവിനെ വേറൊരു പുതിയ ആത്മാവാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലെ നമ്മുടെ എന്താ പറയാ പ്രാണനെ വീണ്ടെടുത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അല്ലെ ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ താല്പര്യമുള്ള സകല വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആണ്. യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, അല്ലെ ഒരു ക്രിസ്ത്യന് വേണ്ടിയല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, അല്ലെ അത് യേശുക്രിസ്തു മരിച്ച എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ്. അത് മനസ്സിലാക്കാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ എന്താ പറയാ കാഠിന്യം കൊണ്ട് ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അല്ലെ എഫേസ്യർ ലേഖനത്തിൽ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറഞ്ഞു എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നപ്പോൾ നിങ്ങൾ ഇനി നടക്കരുത്. അല്ലെ നമ്മള് ജാതികൾ ഈ ലോകം നടക്കുന്ന രീതിയിൽ നമ്മൾ നടക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നു. ലോകം നടക്കുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ദൈവം പോൾ വഴി സംസാരിക്കുകയാണ്. ഇവിടെ 18-ാമത്തെ വാക്കും 19-ാമത്തെ വാക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവര് എന്താ പറയുക ഗ്രീഡി ആയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. അവര് ഗ്രീഡി ആയിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സകല തരത്തിലുള്ള ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, സകല തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവര് വളരെ ഗ്രീഡിയാണ്, അത്യാഗ്രഹമാണ് അവർക്ക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യം ചെയ്യാൻ. ഒരു പ്രാവശ്യം ഒരു മോശപ്പെട്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മതിയാകത്തില്ല, പിന്നെ അവർക്ക് പോയി മോശപ്പെട്ട കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ അവരുടെ ഹൃദയം അത് വളരെ കട്ടിയായിരിക്കുന്നു. അല്ലെ അവർ ഇഗ്നോറന്റ് ആണ്, അവർക്ക് കാര്യം മനസ്സിലാകത്തില്ല. അവരവരുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് അവർ പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തെ മോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർക്ക് താല്പര്യം, ദൈവത്തെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് താല്പര്യം. അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. റോമർ ലേഖനത്തിന് 1 വരുമ്പോൾ നമുക്ക് 18-32 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം പോൾ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എങ്ങനെയുള്ള വ്യക്തികളാണ്. അല്ലെ മനുഷ്യർക്ക് മുഴുവനും അറിയത്തക്ക രീതിയിൽ, മാനവരാശിക്ക് അറിയത്തക്ക രീതിയിൽ നമ്മുടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിയേഷൻ വഴിയില് നമ്മുടെ ഈ എന്താ പറയുക എൻവയോൺമെന്റിൽ നോക്കുമ്പോൾ, നേച്ചറിലേക്ക് നോക്കുമ്പോൾ അല്ലെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. ദൈവം തന്നെ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യം, അല്ലെ അത് ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഇല്ല, ഞങ്ങൾ ഒരിക്കൽ പോലും എന്താ പറയുക ദൈവത്തെ അറിഞ്ഞില്ല, ദൈവം ആരെന്ന് അറിഞ്ഞുകൂടാ, പിതാവിനെ ആരെന്നുള്ള കാര്യം അറിയത്തില്ല, യേശുക്രിസ്തുവിനെ ആര് എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ നമ്മൾ എപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കും പിതാവിനോട് ദേഷ്യമുള്ളത് യേശുക്രിസ്തുവിനോട് മാത്രമാണ്. അല്ലെ ആന്റി ക്രൈസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അല്ലെ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ്, ആന്റി ഗോഡിന്റെ സ്പിരിറ്റ് അല്ല, ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ആണ്. അല്ലെ മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്നതും വർക്ക് ചെയ്യുന്നത്. അല്ലെ അപ്പൊ ദൈവത്തെ തന്നെ വളരെ എന്താ പറയാ വിശാലമായിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പക്ഷെ തങ്ങൾ തന്നെ ജ്ഞാനികളാന്ന് വിചാരിച്ചുകൊണ്ടില്ല. ഇപ്പൊ 21-ാമത്തെ റോമർക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 21 തൊട്ട് 23 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റോമർക്ക് ലേഖനത്തെ 1-ാമത്തെ ചാപ്റ്റർ 21 തൊട്ട് 23 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ട്, എല്ലാ വ്യക്തികൾക്കും അറിയാം ദൈവത്തെ, ഒരു വ്യക്തികൾക്ക് പോലും പറയാൻ പറ്റത്തില്ല എനിക്ക് ദൈവത്തെ അറിയത്തില്ലെന്നുള്ളത്. ഈ ഏത്തിയസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം ദൈവത്തെ. അല്ലെ ഏത്തിയസ്റ്റ് ദൈവത്തെ സ്വീകരിക്കത്തില്ലെന്നുള്ളൂ, അവർക്ക് അറിയത്തില്ല. എല്ലാവർക്കും ദൈവത്തെ എന്താ പറയുന്നത് തിരയുന്ന ആൾക്കാരോട് ദൈവം ഓട്ടോമാറ്റിക്കലി പറഞ്ഞിരിക്കും, തന്റെ മകനെ പറ്റി, പുത്രനെ പറ്റി പറഞ്ഞിരിക്കും. ഒരു മതത്തിലും പെടുന്നവർക്ക് പറയാൻ പറ്റത്തില്ല ദൈവത്തെ അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെ അവർ അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല എന്ന് എന്താ പറയുക നടിക്കുന്ന വ്യക്തികളാണ് അവർ. അല്ലെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അതിലേക്ക് വരാം. ദൈവത്തിന്റെ തേജസ്സിനെ, അല്ലെ ദൈവത്തിന്റെ തേജസ്സിനെ, ഇമ്മോർട്ടലായിട്ടുള്ള ദൈവത്തിന്റെ തേജസ്സിനെ, മോർട്ടലായിട്ടുള്ള ക്ഷയമുള്ള മനുഷ്യൻ, അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ഇവരെടുത്തിട്ട് ക്ഷയിച്ചു പോകുന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ പക്ഷിയുടെ, നാൽക്കാരുടെ, ഇഴജാതിയുടെ എല്ലാത്തിനും രൂപത
സാദൃശ്യത്തിലേക്ക് അവർ മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി അവര് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പണ്ടേ ശ്രമിച്ചുകൊണ്ടിരുന്നു, അല്ലെ? ഗോൾഡൻ ക്യാഫിന് സ്വർണം കൊണ്ട് എന്താ പറയുക എന്താ പറയുക കാളക്കുട്ടീനെ ഉണ്ടാക്കി ഇസ്രായേൽ അന്ന് അതിന്റെ ചുറ്റും ഓടി നടന്ന സമയത്തും എല്ലാം ദൈവത്തെ ഒരു ആ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവര് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ, അല്ലെ, ദൈവത്തെ ഇവർ മഹത്വപ്പെടുത്താൻ ദൈവം ആരെന്ന് അവര് അംഗീകരിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇവര് തങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ് എന്നുള്ള രീതിയിലൊരു നടപ്പ് നടക്കുന്നത്. അപ്പൊ 21 തൊട്ട് 23 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വൃത്തരായി തീർന്നിരിക്കുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിയിരിക്കുന്നു, അല്ലെ? ഇത് മനുഷ്യർ അവരുടെ കാഠിന്യമുള്ള ഹൃദയം കൊണ്ട് എന്താ പറയുക ദൈവത്തെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ദൈവത്തെ വേണ്ടെന്ന് വെക്കുന്ന എവിടെ ആണോ അവിടെ പിശാചിനുള്ള തമ്പടിക്കാനുള്ള താവളം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലോകത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒളിമ്പിക്സിൽ നടന്ന കാര്യം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുക. വളരെ മോശപ്പെട്ട രീതിയിൽ, അല്ലെ? യേശുവിന്റെ അവസാനത്തെ അത്താഴത്തിന് മോക്ക് ചെയ്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അല്ലെ? അത് തന്നെയല്ല എന്താ പറയുക ഓപ്പണിംഗ് സെറിമണി മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കോമൺ ആയിട്ട് തീം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പൈശാചികമായിട്ടുള്ള കാര്യം, അല്ലെ? ആ ടോർച്ച് പിടിച്ചോണ്ട് ഓടിയ ആളിന്റെ മുഖം കാണിക്കാതെ, അല്ലെ? അത് എന്താ പറയാ പെയിലായിട്ടുള്ള ഒരു കുതിരയുടെ പുറത്ത് വരുന്നത്, അല്ലെ? അത് ഡെത്തിന്റെ കുതിര, അല്ലെ? നമ്മള് റെവലേഷന്റെ അകത്ത് വെളിപാട് പുസ്തകത്തിനകത്ത് വായിക്കുന്നതാ അങ്ങനെയെല്ലാം കാര്യങ്ങൾ, അല്ലെ? അപ്പൊ യേശുവിനെ മോക്ക് ചെയ്തുകൊണ്ട് ഒരു മോക്കറി ഷോ തന്നെ അവർ നടത്തിയിരിക്കുകയാണ്, അല്ലെ? അപ്പോ ഒരു കാര്യം നമ്മൾ എന്നും മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻസ് മാത്രമേ പെർസിക്യൂഷൻ ആകുന്നുള്ളൂ, അല്ല, പീഡനത്തിന് ഇരയാകുന്ന ഒരു ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിന് മാത്രം എതിരായിട്ട് ആൾക്കാർ നിൽക്കുന്നുള്ളൂ, അല്ലെ? മുസ്ലിങ്ങൾക്കെതിരായിട്ട് ആൾക്കാർ നിൽക്കുന്നു. മുസ്ലിങ്ങളെ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും, അല്ലെ? ഹിന്ദുക്കൾക്ക് എതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ല, ബുദ്ധമതത്തിനെതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ല, ജൈന മതത്തിനെതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ ലോകത്തുള്ള വേറെയുള്ള സകല ജാതികൾക്കും എതിരായിട്ട് മതങ്ങൾക്ക് എതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ നടക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എതിരായിട്ട് സംസാരിക്കാനും അവരെ ദ്രോഹിക്കാനും വളരെയധികം ആൾക്കാർ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം പുറകിലുള്ള ഒരൊറ്റ ശക്തി മാത്രമാണ്. ആർക്കാണ് ദേഷ്യം? യേശുവിനോട്. ആർക്കാണ് ദൈവത്തോട് കലിപ്പ്? പിശാചിന്, അല്ലെ? അപ്പൊ പിശാചിനാണ് കലിപ്പ് ദൈവത്തോട്. പിശാചിനാണ് ദൈവത്തിന്റെ രാജ്യത്തെ പിടിച്ച് താഴണം, ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അവൻ മനുഷ്യനെ പാത്രങ്ങളാക്കിക്കൊണ്ട്, അവൻ മനുഷ്യരെ തന്റെ കൈകളിലെ എന്താ പറയണ ഇൻസ്ട്രുമെന്റ്സ് ആക്കിക്കൊണ്ട് ദൈവത്തിന് എതിരായിട്ട് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പം യേശുവിന് എതിരായിട്ട് മാത്രമാണ് യുദ്ധം നയിക്കപ്പെടുന്നതെങ്കിൽ, യേശുവിന്റെ മക്കൾക്കെതിരായിട്ട് മാത്രമാണ് പീഡനങ്ങൾ വരുന്നതെങ്കിൽ യേശു മാത്രമാണ് സത്യം എന്നാണ് വാസ്തവം, അല്ലെ? യേശു മാത്രമാണ് ദൈവം. ചുറ്റോടി ചുറ്റും നിൽക്കുന്ന ബാക്കി നമ്മൾ കാണുന്ന ഒരു ദൈവങ്ങളും ദൈവങ്ങളല്ല എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. അത് തന്നെയാണ് പാരീസിൽ ഒളിമ്പിക്സിൽ അവർ ചെയ്തത്, അല്ലെ? യേശുവിനെ പരിഹസിച്ചുകൊണ്ട്, അല്ലെ? ഒരു മതത്തിന്റെയും ആൾക്കാരെ എടുത്തൊന്നു എന്താ പറയണ മോക്ക് ചെയ്യാനും പരിഹസിക്കാനും അവര് പോയില്ലല്ലോ, അല്ലെ? ദൈവത്തെ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ അത്താഴത്തെ എന്താ പറയണ അവര് കളിയാക്കിക്കൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷെ അവര് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പരിഹസിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മൾക്ക് പരിഹസിക്കാം, പക്ഷെ ദൈവത്തിന് അത് അഫക്റ്റ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം, അല്ലെ? ദൈവത്തെ അത് ഒരു വിധത്തിൽ അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ മോശപ്പെട്ട രീതിയിൽ പെരുമാറുമ്പോൾ, ദൈവത്തെ ബ്ലാസ്ഫെമി ചെയ്യുമ്പോൾ, ദൈവത്തെ പരിഹസിക്കുമ്പോൾ കുലുങ്ങി പോകുന്നവനല്ല നമ്മുടെ ദൈവം, അല്ലെ? അതല്ല ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ദൈവത്തെ പരിഹസിക്കുമ്പോൾ, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ ചാപ്റ്ററിൽ എഴുതുമ്പോൾ 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ ഒരിക്കലും പരിഹസിക്കരുത്, അല്ലെ? പരിഹസിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വഞ്ചിക്കപ്പെടാതിരിക്കും. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ
വിതയ്ക്കുക തന്നെ കൊയ്യും. നമ്മൾ ദൈവത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ വിതയ്ക്കുകയോ ചെയ്യുന്നത് അല്ലെ. നമ്മൾ കാറ്റേറ്റാൽ നമ്മൾ കൊടുങ്കാറ്റ് കൊയ്യുന്നവര് അല്ലെ. നമ്മൾ കൊടുങ്കാറ്റ് കൊയ്തിരിക്കും. ദൈവത്തെ പരിഹസിച്ചാൽ നമ്മൾ അവസാനമായി എത്തിപ്പെടുന്നത് പാതാളത്തിലായിരിക്കും അല്ലെ. ഓരോ പ്രാവശ്യം ദൈവത്തിനെതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, മനുഷ്യവർഗം ദൈവത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ, നമ്മളെ തന്നെ, നമ്മുടെ ആത്മാവിനെ തന്നെ, നമ്മുടെ എന്താ പറയുക പ്രാണനെ തന്നെ തീറെഴുതി പിശാചിന് കൊടുക്കുകയോ ചെയ്തിരിക്കുന്നു അല്ലെ. അന്ന് ഒളിമ്പിക്സിൽ നടന്ന കാര്യം, അവര് ദൈവത്തെ പരിഹസിച്ചെങ്കിൽ അവർക്കുള്ള കുഴി കുഴിക്കുകയോ തന്നെയാ ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരുപാട് പേർക്ക് വളരെയധികം സങ്കടമായി പോയ ഒരു കാര്യം അല്ലെ. എന്തിനാണ് ഇവരിങ്ങനെ യേശുവിനെ മോക്കിയുന്നത്? അത് പലരും പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടാണ് അവർ മോക്കിയത്. ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടില്ല, യേശുവിനെതിരായിട്ടാണ് മോക്കിയത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ആത്മാവാണ് ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ അല്ലെ. ഇവിടെ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് ആന്റി ക്രൈസ്റ്റ് ആണ്, ആന്റി ഗോഡ് അല്ല. വേറെ ഒരു മതത്തിനും ആന്റി ആയിട്ട് വരുന്നതല്ല അല്ലെ. വേറൊരു മതത്തിനും ഇതായിട്ട് വരുന്നതല്ല, ദൈവത്തിന് എതിരായിട്ട് ഉള്ളതാണ്. ദൈവം ഇവിടെ വന്നിരിക്കുന്നത് മതത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, യേശു ക്രിസ്തുവിന് എതിരായിട്ടാണ് പിശാച് വർക്ക് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന് എതിരായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒളിമ്പിക്സിൽ നടന്ന കാര്യത്തെ പറ്റി എനിക്ക് സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആർക്കും തന്നെ ദൈവത്തെ യേശു ക്രിസ്തുവിനെ എന്താ പറയുന്നത് ഒന്നും തന്നെ ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾ ഹേർട്ട് ചെയ്തത്, നമ്മൾ ഇൻസൾട്ട് ചെയ്ത്, നമ്മൾ എന്താ പറയാ പരിഹസിക്കുന്നത് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടാണ് അല്ലെ. നമ്മളുടെ ജീവിതത്തെ തന്നെ നമ്മൾ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അവരെന്ന് ഓർഗനൈസ് ചെയ്ത കമ്മിറ്റി അതിൽ അഭിനയിക്കുകയും അതിൽ എന്താ പറയുക ഡാൻസ് കളിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ ആൾക്കാർ എല്ലാം, അതിന്റെ പുറകിലുള്ള സകല ആൾക്കാർ അവർക്ക് തന്നെയുള്ള കുഴി മാന്തി അവർ അല്ലെ. അവരുടെ ജീവിതത്തെ തന്നെ അവര് വേണ്ടാന്ന് വെക്കുകയോ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇനിയും സമയമുണ്ട് അവർക്ക് തിരിച്ചു വരാൻ. അവര് എന്നെങ്കിലും ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലെ, അവര് മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുവിലേക്ക് വരുവാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന യേശുവാണ് അല്ലെ. അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ. അവർക്ക് ഇനിയും സമയമുണ്ട് അല്ലെ. നമ്മൾ പലരും ഒരുപാട് സങ്കടപ്പെട്ടു അത് കണ്ടു കഴിഞ്ഞപ്പോ. പലരും വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെ, മനുഷ്യർ എന്തുകൊണ്ടാണ് ഈ യേശുവിനെതിരായിട്ട് സംസാരിക്കുന്നത്? അത് അങ്ങനെയായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. ഇനി മുമ്പോട്ടുള്ള കാലങ്ങൾ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് തന്നെ കുഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ നമ്മൾക്ക് വേറൊരു കാര്യം, നമുക്ക് സത്യം സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിച്ചേ മതിയാകത്തുള്ളൂ അല്ലെ. സത്യം സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. അവൻ മാത്രമാണ് സത്യം, യേശുക്രിസ്തു മാത്രമാണ് സത്യം. വേറൊരു സത്യം ഈ ലോകത്തില്ല അല്ലെ. നമ്മൾ കാണുന്നത് മൊത്തം സത്യമാണെന്ന് വിചാരിക്കേണ്ടത്. ഇവരെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ അവര് സപ്രസ് ചെയ്യാണ്, ട്രൂത്തിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രായമുള്ള ആൾക്കാർക്ക്, നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള ജനറേഷൻ നമുക്ക് കാര്യങ്ങൾ അറിയാം. നമ്മൾ ബൈബിൾ വായിക്കുന്നവര് യേശുവിനെ അറിഞ്ഞുതരും. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് വളരെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവരുടെ മനസ്സിലേക്ക് അവര് പോലും അറിയാതെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ, ഇങ്ങനെയാണ് ലോകം, അപ്പൊ ഞാനും ഇങ്ങനെയായ മതി എന്നുള്ള ഒരു രീതിയിൽ അല്ലെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ. അവര് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് അല്ലെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്. ലോകം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കും ഇങ്ങനെ ആകാമല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പിശാചിന് വേണ്ടത് അല്ലെ. സത്യത്തെ അവൻ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള ജനറേഷൻ അല്ലെ സത്യത്തിൽ നിന്ന് ഒരുപാട് അകലത്തില്ല. പക്ഷെ എന്നാൽ പോലും ദൈവം എന്താ ചെയ്യുന്ന വെച്ചാൽ വലിയൊരു വർക്ക് തന്നെ ഇന്നത്തെ ജനറേഷന്റെ ഇടയ്ക്ക് അല്ലെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് വർക്ക് യേശു ക്രിസ്തു ചെയ്ത് ഒരുപാട് റിവൈവൽ നടക്കുന്നു. നേരത്തേതിനേക്കാളൊക്കെ ഒരുപാടായിട്ട് യങ് ജനറേഷൻ ദൈവത്തെ അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ട് മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എത്രമാത്രം സത്യത്തെ മറച്ചു വെക്കാൻ നമ്മൾ മനുഷ്യവർഗം ശ്രമിച്ചെങ്കിൽ പോലും അല്ലെ, പിശാച് മനുഷ്യവർഗം വഴി ശ്രമിച്ചെങ്കിൽ പോലും ദൈവത്തിന്റെ വർക്ക് ഒരിക്കൽ പോലും സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല അല്ലെ. അപ്പൊ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് എന്താ പറയുക ഫൂളുകളായി പോകുന്നത്. ജൂഡാസ് ഇസ്കാരിയോട്ടിനെ പറ്റി യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, അവൻ ജനിക്കാതിരിക്കുവായിരുന്നു നല്ലത് അല്ലെ. അവൻ ജനിക്കാതിരിക്കുന്നത് അവന് തന്നെ നല്ലതായിരുന്നു. കാര്യം എന്താ വെച്ചാൽ
ദൈവം വന്നത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന്റെ കാര്യം യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് പോവുക തന്നെ ചെയ്യും അല്ലെ. ദൈവത്തിന്റെ വർക്കിനെ തടയിടാൻ വേണ്ടി ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. ദൈവത്തിന്റെ വർക്ക് അത് നടക്കുക തന്നെ ചെയ്യും അല്ലെ. ആരൊക്കെ എന്താ പറയുക അതിനൊക്കെ എതിരായിട്ട് നിന്ന് പറഞ്ഞാൽ ദൈവം നടക്കുക നടത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ ജൂഡാസ് യേശുവിനെതിരായിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോ നഷ്ടമായത് അവന്റെ ജീവിതം അല്ലെ. അപ്പൊ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു രക്ഷകനാണെന്ന് ജൂഡാസിന് അറിയാമായിരുന്നു. യേശുവിന്റെ കൂടെ അത്രയും നാള് 1.5 വർഷം ജീവിച്ച ഒരു വ്യക്തിയല്ലേ. പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത വ്യക്തിയല്ലേ അല്ലെ. എന്താ പിശാചിനെ ഓടിക്കുകയും ഹീലുകയും ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയല്ലേ. യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്ത് എന്താ പറയുക പിശാചിന്റെ അവരുടെ ടീമിനെ ശരീരത്തിൽ നിന്ന് ഓടിച്ചു ആൾക്കാരെ സുഖപ്പെടുത്താൻ വേണ്ടി അല്ലെ, ഇവാഞ്ചലിസത്തിന് വേണ്ടി അവരെ 12 പേരെ പറഞ്ഞു വിടുന്ന കൂട്ടത്തിലും ഈ ജൂഡാസ് ഇസ്കാരിയോട്ട് ഉണ്ടായിരുന്നു അല്ലെ. യേശു ചെയ്യുന്ന കാര്യമെല്ലാം ദൈവം യേശുക്രിസ്തു ചെയ്യുന്ന കാര്യമെല്ലാം ജൂഡാസ് കണ്ടെന്നാണ് സ്വന്തം കണ്ണുകൊണ്ട്. എന്നിട്ടും കൂടെ ആരാണെന്ന് അറിയാമെന്നിട്ട് കൂടി അല്ലെ ഒറ്റിക്കൊടുത്തവനാണ് ജൂഡാസ് ഇസ്കാരിയോട്ട് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വർക്ക് ആരൊക്കെ ഒറ്റിക്കൊടുത്താലും കൊടുത്തില്ലേലും അത് നടക്കാതിരിക്കത്തില്ല, അത് നടക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ മരണത്തിന് ശേഷം അല്ലെ എന്താ പറയുക അടക്കിയതിനു ശേഷം ചീഫ് പ്രീസ്റ്റും കുറെ എന്താ പറയുക ഫാരിസീസ് അല്ലെ പരീശന്മാരെല്ലാം കൂടെ അത് പിന്നെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇത് മത്തായിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 28ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അവർക്ക് എന്താ പറയുക ആ ടൂമ്പിന് മുമ്പില് കുറച്ച് പടയാളികളെ അവർ നിർത്തിയിരുന്നു അല്ലെ. അവർക്ക് പേടിയായിരുന്നു. എന്താ പറയുക പേടിയല്ല. അപ്പൊ അവര് പൈലറ്റിനോട് ചെന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്നല്ലേ. അപ്പൊ ആ ഉയർത്തെഴുന്നേക്കുന്ന തടയണം. അതിനെ തടയിടാൻ വേണ്ടി ഇവര് എന്താ പറയാ കല്ലറയെല്ലാം നല്ല വളരെ ഭദ്രമായിട്ട് മൂടി ഭദ്രമായിട്ട് സീൽ ചെയ്ത് അതിന്റെ മുമ്പില് കുറച്ച് പടയാളികളെ നിർത്തി. പക്ഷെ പടയാളം നോക്കുമ്പോ അവിടെ യേശുവിലെ കല്ലറയെല്ലാം എന്താ പൊട്ടിക്കിടക്കുന്നു, റിസറക്ഷൻ നടന്നിരിക്കുന്നു. അത് ചെന്ന് അവര് പരീശന്മാരോടും ശാസ്ത്രിമാരോടും എല്ലാം പറയുമ്പോ ചീഫ് പ്രീസ്റ്റിനോടൊക്കെ പറയുമ്പോ അവര് കൈക്കൂലി കൊടുക്കുക. അത് സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി അല്ലെ. അവൻ ഉയർത്തെഴുന്നേറ്റല്ല, അവന്റെ എന്താ പറയാ ശിഷ്യന്മാർ വന്ന് കട്ടെടുത്തോണ്ട് പോയ ശരീരം എന്ന് പറഞ്ഞ് പരത്തുന്നത്. അത് തന്നെയാണ് ലോകത്തില് അന്ന് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യം. അപ്പൊ അന്നേയുണ്ട് യേശുവിന്റെ സമയത്തന്നെയുണ്ട് സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമം. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത് അല്ലെ. ഇന്നിപ്പോ വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ അല്ലെ. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ലോകത്തിന്റെ മനസ്സിലേക്ക് എന്താ പറയുക യേശുക്രിസ്തുവും യേശുവിന്റെ ഇപ്പൊ അവരെന്ന് പറഞ്ഞു ഒളിമ്പിക്സ് പറഞ്ഞു എന്താ വെച്ചാല് ഗ്രീക്ക് ദേവന്മാരെ അവര് കാണിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലെസ്ബിയനും ഗേയും അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, ഞങ്ങൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഗ്രീക്ക് ദേവന്മാരുടെ ഒരു ഫീസിനെ പറ്റിയാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം മനുഷ്യരുടെ മനസ്സിലേക്ക് അവർ ഇടാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീക്ക് ദേവന്മാരെ അതേ കാര്യങ്ങളൊക്കെ തന്നെ യേശുക്രിസ്തു ചെയ്തിട്ടുള്ളൂ അല്ലെ. അതാണ് യേശുക്രിസ്തു ചെയ്യുന്നുള്ള കാര്യമാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മുടെ ദൈവം ഒരു പുതിയ ഉടമ്പടി മനുഷ്യവർഗവുമായിട്ട് വെക്കുവാണ്. അവസാനത്തെ ആ സപ്പർ എന്നുള്ള കാര്യം ഇവർക്ക് മറച്ചു വെക്കണം. അതിനുവേണ്ടി അല്ലെ ഇനി വരുന്ന തലമുറയുടെ കണ്ണില് യേശുക്രിസ്തുവിനെ ഒന്നുമല്ലാതാക്കി കാണിക്കണം എന്നതിനു വേണ്ടിയാണ് പിശാചും അവന്റെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലോകത്തെ ഇൻവേഡ് ചെയ്യുക അല്ലെ. നമ്മൾ ഗോസ്പൽ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഇവന്മാര് പറയുന്നല്ലേ ഈ ലോകത്തിലെ വൃത്തിയിട്ട കണ്ണുകൊണ്ട് അവർ ചെയ്തു കൊടുക്കുന്ന വൃത്തിയിട്ട രീതിയിൽ അവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളല്ല സത്യം. സത്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, നമ്മുടെ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയും അല്ലെ. ഇതെല്ലാം സത്യം, യേശുക്രിസ്തു മാത്രമാണ് സത്യം എന്നുള്ള കാര്യം നമ്മൾ ഉറച്ച മനസ്സോടുകൂടി തന്നെ ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ വിളിച്ചു പറയുന്നവർ ആയിരിക്കട്ടെ അല്ലെ. നമ്മൾക്ക് മാത്രമേ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. ദൈവത്തിന്റെ മക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ എല്ലാം ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ദൈവത്തെ എന്താ പറയുക പരിഹസിക്കുന്ന ആൾക്കാർ അവര് വിതയ്ക്കുന്നവര് കൊയ്തോട്ടെ. സ്വർഗത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ എല്ലാത്തിനും ഒരു സീസൺ ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വിതയ്ക്കാനൊരു കാലം അല്ലെ, കൊയ്യാനൊരു കാലം, കളമൊരുക്കാനൊരു കാലം അല്ലെ. ആ കാലത്തിനനുസരിച്ച് ദൈവത്തിനെ എന്താ പറയുക ദൈവത്തിന്റെ ഒപ്പം നിൽക്കാതിരിക്കുന്ന വ്യക്തികൾ ആ കാലത്തിനനുസരിച്ച് അവര് അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പറയുന്നത് മോശമാണ്. പക്ഷെ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറൊരു കാര്യവുമില്ല അല്ലെ. നമ്മൾക്ക് അവരുടെ മനസ്സ് തിരിയാൻ വേണ്ടി ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് എനിക്കിന്ന് പറയാനുള്ള ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഓ ജീസസ് മാസ്റ്റർ, അങ്ങനെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. ലോഡ് ഫാദർ, ഞങ്ങളെ മനുഷ്യവർഗത്തെ ഓർത്ത് ക്ഷമ ചോദിക്കുക കർത്താവേ.
ഞങ്ങൾ എന്താണ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ കൂടെയുള്ളതിന് നന്ദി പറയുന്നു. ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടതിന് നന്ദി. ദൈവത്തിന് നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.